ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ OnePlus 11R റെഡ് എഡിഷൻ ആണ്. നിങ്ങളൊരു 30,000 രൂപയുടെ താഴെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇത് നല്ല ഡീൽ പ്രൈസിൽ നമുക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB വേരിയൻറ്റ് 27,999 പ്രൈസിലാണ് നമുക്ക് ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ബ്ലാക്ക് കളർ, ബ്ലൂ കളർ, അതുപോലെ തന്നെ നമുക്ക് ഈ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഇത് ബാക്കിൽ ഗ്ലാസ് അല്ല, ലെതർ ഫിനിഷ് ആണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ ലുക്ക്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതെനിക്ക് ഭയങ്കര അട്രാക്ട് ചെയ്തത്. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. ഈ റേഞ്ചിൽ സ്നാപ്ഡ്രാഗൻ്റെ എന്താ പറയുക ഹൈ എൻഡ് പ്രൊസസ്സറാണ് വരുന്നത്. കഴിഞ്ഞ പോലത്തെ ആണെങ്കിലും കിടിലൻ പ്രൊസസ്സറാണ്. നിങ്ങൾക്കറിയാം ഈ സാധനം ലോഞ്ച് ചെയ്ത് 39,999 പ്രൈസിലായിരുന്നു നമ്മുടെ 12R ഇപ്പോൾ വിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ 12R ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പുതിയ പ്രൊസസ്സർ വരുന്നുണ്ട്, ക്യാമറ സെൻസർ അടക്കം സെയിം ആണ്. അപ്പോൾ ഞാൻ 12R തീരെ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചാൽ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫ്രെയിമൊക്കെ മെറ്റലൊക്കെയാണ്, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല. ഈ സാധനമൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ ശരിക്കും മെറ്റാലിക് ഫ്രെയിം പോലെ തോന്നുക. നമുക്ക് എന്താ പറയുക സ്ലൈഡർ വരുന്നുണ്ട്. ഇപ്പം എനിക്കിത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഗ്ലാസ് ബാക്ക് അല്ലാത്ത കാരണമാണെന്ന് അറിയില്ല കേട്ടോ. ഇനി ഗ്ലാസ് ബാക്ക് ഉള്ളതിന് ചിലപ്പോൾ ചെറുതായിട്ടും കുറച്ച് വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സാധനം റെഡ് കളർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് അത്യാവശ്യം നമ്മളിപ്പോൾ 1.5 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെൻ്റെ മൂന്നാമത്തെ, ഞാൻ ആക്ച്വലി 3 ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയായിരിക്കും നമ്മൾ കുറേയൊക്കെ വീഡിയോ പർപ്പസിനും ഞാൻ പിന്നെ കുറേ നമ്മുടെ എന്താ പറയുക പാർട്ട് ടൈം ജോബുകൾക്കായിട്ട് ഞാൻ മൾട്ടിപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെൻ്റെ ഗൂഗിൾ പിക്സലാണ്. ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, S23 ഉപയോഗിക്കുന്നുണ്ട്. ടാബ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ S9 ടാബാണ്. ഇതിനു മുമ്പ് നമ്മൾ OnePlus ടാബായിരുന്നു, അത് ഞാൻ മാറ്റി. ഇത് അത്യാവശ്യം നമുക്കറിയാം 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഇൻബിൽഡായിട്ട് ബോക്സിൽ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസും നല്ല തന്നെയാണ് കേട്ടോ. ഈ പ്രൈസിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറയാനേ പറ്റില്ല. ആക്ച്വലി 39,000 ആണെങ്കിൽ ഞാൻ പിന്നെ വേണമെങ്കിൽ വേറെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് നോക്കാമെന്ന് പറയാമെന്ന്. പക്ഷേ 29,999 നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ആമസോൺ ICC കാർഡൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് വേറെ കിട്ടും, അല്ലെങ്കിൽ SBI ക്യാഷ് ബാക്ക് വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു കേട്ടോ. നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കാണാം. അത് അപ്ലൈ ചെയ്യാൻ ലിങ്കും സംഭവമൊക്കെ നമ്മുടെ വെബ്സൈറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ 5% ക്യാഷ് ബാക്ക് വേറെ കിട്ടും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 27,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ആ പ്രൈസിന് ഇത് കർവ് സ്ക്രീനൊക്കെയാണ്. അപ്പോൾ കിഡിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ലുക്കാണ്. ഇതിൻ്റെ ആനിമേഷനൊക്കെ ഉണ്ട്. നമുക്ക് ലോക്ക് സ്ക്രീനിലൊക്കെ ആനിമേഷൻ വരുന്നതാണ് കണ്ടു. അതുപോലെ ഫിംഗർ പ്രിൻറ്റ്, അതിൻ്റെ ആനിമേഷൻ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ഒക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. LTP ഒന്നല്ല ഡിസ്പ്ലേ, പക്ഷേ അതൊന്നും നമുക്ക് ഫേസ് ചെയ്യില്ല. പിന്നെ നമുക്ക് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമുക്ക് 120 ഹെർട്സ് വരുന്നുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ അൺബോക്സ് ചെയ്തപ്പോൾ 13 ആയിരുന്നു, 13.1 വന്നു. അതിനുശേഷം 14 വന്നു. 14ൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നു. ഓൾമോസ്റ്റ് 3 കൊല്ലത്തേക്ക് എന്തായാലും നമുക്ക് OnePlus അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഞാൻ മോട്ടറോള ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മോട്ടറോള എടുക്കരുത് നമ്മൾ മെയിൻ ചാനലിൽ വീഡിയോ ഉണ്ടാകുന്നത് വെച്ചാൽ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സുകളാണ്. ഭയങ്കര ലാഗാണ്. റെഗുലറായിട്ട് ഒരു തീരെ അപ്ഡേറ്റും വരില്ല മോട്ടറോള. അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയർ വൺ ഓഫ് ദി പത്തറ്റിക് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ആണ്. ഭയങ്കര ഫെയിലിയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോട്ടറോള ഫ്യൂഷൻ 50 Pro എന്ന് പറഞ്ഞ സാധനം റെക്കമെൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ആ സാധനം നല്ലൊരു ഫോണായിരുന്നു. പക്ഷേ ഇവരുടെ ഈ സപ്പോർട്ടും നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും എല്ലാം കാരണം ഞാൻ സാധനം പറയാത്തത് കേട്ടോ. എന്ന് വെച്ചാൽ എടുത്തവർക്ക് നല്ല പണി കിട്ടുന്നുണ്ട് കംപ്ലൈൻറ്റ്സ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ എടുക്കുന്നവർക്ക് പോലും അവരുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചിലപ്പോൾ 3 മാസം പഴക്കമുള്ളതൊക്കെയാണ്. അത് ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഫോണുകളുടെ. അപ്പോൾ അത്രയ്ക്കും അപ്ഡേറ്റ്സ് ഒന്നും റെഗുലർ അല്ല മോട്ടറോളയുടെ ഒന്നും. അപ്പോൾ തീരെ റിലയബിൾ അല്ല. അപ്പോൾ ഇവരാണെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവരാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 മാസത്തിലെങ്കിലും നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓക്സിജൻ OS 14 ആണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആണെന്നുണ്ട്. കാണിച്ചുതരാം. എവിടെ അതാ ഏപ്രിലാണ്, സോറി ഓഗസ്റ്റ്. April 5th സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നത്. മെയിലിൻ്റെ വന്നിട്ടില്ല, സ്വാഭാവികം. എന്തായാലും മിക്കതും ഈ മാസം കഴിയാറാകുമ്പോഴേക്കും വരുമായിരിക്കും. ഇപ്പോൾ ഞാൻ പിക്സലിലൊക്കെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മെയ് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പിക്സലും സാംസങ് മെയ് വന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിക്സൽ ഞാൻ നോക്കട്ടെ, പിക്സലും മെയ് തന്നെ ആയിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. എവിടെ
എവിടെ അപ്ഡേറ്റ് എവിടെ പോയി? അപ്ഡേറ്റ് ടു മെയ് 5 തന്നെയാണിതാ ഉണ്ടോ. ഐഫോൺ പിന്നെ ഇത് തന്നെയായിരിക്കും, ഞാൻ അടുത്ത് കാണിച്ചു തരണ്ട, ചാർജ് ചെയ്യാൻ വെച്ചിരിക്കും ഞാൻ. അപ്പോൾ ഈ സാധനം നിങ്ങളൊരു 30,000 താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൂട്ടി വാങ്ങിച്ചോട്ടാ. പ്രത്യേകിച്ച് റെഡ് എഡിഷൻ. എനിക്ക് റെഡ് എഡിഷൻ ഒരു രക്ഷയില്ലാത്ത ഒരു എന്താ പറയുക, കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ഫീൽ വരില്ലേ ആ സാധനം, അത് ഒരു രക്ഷയിലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. എനിക്ക് തോന്നുന്നത് എങ്ങനെ എന്താ സംഭവത്തിൽ ഉള്ളിലൊന്നും ഇല്ലേ എന്നൊക്കെ തോന്നുന്നു എനിക്ക്, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻബിൽഡായിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് കേസ് വരുന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷേ ഇത് ഇടുമ്പോൾ ഒന്നും നമുക്ക് അറിയുന്നില്ല. പിന്നെ നമുക്ക് ഒരു നോർമലായിട്ടൊരു ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒരു ഒട്ടിച്ചിട്ടുണ്ട്. കർവ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കാനാണ് ചാൻസ്, ഒട്ടിക്കാനൊക്കെ ടെമ്പർ ഗ്ലാസും സംഭവങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു പ്രീമിയംനെസ് പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പീക്കറിൻ്റെ സംഭവമൊക്കെ കേസ് ഉപയോഗിക്കാം. ഇതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ കളറാവും, അത് ഉറപ്പാണ്. ഇവരിത് ബണ്ടിൽ ചെയ്യുന്ന കേസ് അല്ല, അറ്റ്ലീസ്റ്റ് അതൊക്കെ ബണ്ടിൽ ചെയ്യുന്നുണ്ടല്ലോ. സാംസങ്ങും ഐഫോണും കേൾക്കുന്നുണ്ടോ? സാംസങ് ഐഫോണൊക്കെ പിക്സലും ചാർജറും ഇല്ല, ഒന്നുമില്ല. ഇവരതൊക്കെ തരുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്, അതന്നെ ഭാഗ്യം. ഐഫോൺ തുടങ്ങി വെച്ച സാധനം ഇവർ ഫോളോ ചെയ്യുന്നില്ലല്ലോ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് സാംസങ്ങിനും ഐഫോണിനും ശരിക്കിട്ട് കൊടുക്കണം. അവർ മറ്റവർ തുടങ്ങി ഇവർ ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, 30,000 താഴെ, അല്ലെങ്കിൽ 30,000 വേണ്ട, 28,000 താഴെ നിങ്ങളൊരു ഫോൺ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം കേട്ടോ. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ സാധനത്തിലുണ്ട്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയായിരിക്കും ഇത് 40,000 രൂപയിലാണ് ലോഞ്ച് ആയത്. ഇപ്പോൾ വില കുറഞ്ഞ് 28,000 നമ്മുടെ സാംസങ് S23. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 48, ചിലപ്പോൾ ഇപ്പോൾ 48 ഇപ്പോൾ 55 പ്രൈസ്. എന്നുവെച്ചാൽ 65 ലോഞ്ച് ആയതായിരുന്നു, അത് പ്രൈസ് കുറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീലാണ് ഈ സാധനം. അപ്പോൾ കണ്ണും കൂട്ടി വാങ്ങിക്കണ്ട. ക്യാമറ ക്വാളിറ്റി ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടായിരിക്കും. ക്വാളിറ്റി വ്യത്യാസം കണ്ടു. ഞാൻ ഇന്നലെ എടുത്തൊരു ഫോട്ടോ ആണ് ഇതാ. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ക്വാളിറ്റി കണ്ടോ? ഈ സെയിം ഫോട്ടോ ഞാൻ പിക്സലിലും ഐഫോൺ 15 എടുത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സെയിം ഫോട്ടോ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗാലറി എവിടെ? ഗാലറി ഇതാണ് പിക്സലിൽ വന്ന ഫോട്ടോ കണ്ടോ? അതേ ഓൾമോസ്റ്റ് ക്വാളിറ്റി നമുക്ക് സാധനത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ലൈറ്റിംഗ് പർപ്പസിലൊക്കെ, ലൈറ്റുള്ള സ്ഥലത്തൊക്കെ, ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ സാധനം നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയാലും അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് കേട്ടോ. പ്രൈസ് നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്, ഒന്നും പറയാനില്ല. പെട്ടെന്നൊരു അണ്ടർ 30 മിനിറ്റ്സ് തന്നെ സാധനം ഫുൾ ചാർജ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബാറ്ററി ഇതിൽ നോക്കി കഴിഞ്ഞാൽ സ്മാർട്ട് ചാർജിങ് ബാറ്ററി, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു 14 എഡീഷനിൽ ഞാനത് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ അപ്ഡേറ്റ്സ് ബാറ്ററിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ ബാറ്ററിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഐഫോണിലൊക്കെ വരുന്ന സാധനം ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ, മാക്സിമം കപ്പാസിറ്റി കാണിക്കുന്നുണ്ടോ, അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ചാർജിങ്ങും അതുപോലെ തന്നെ 80% സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫീച്ചറും വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല സംഭവം തന്നെയാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ്. എനിക്ക് ഇടയ്ക്കൊക്കെ പറയാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. സാധനം ഇതിൽ 5000 mAh ബാറ്ററി ഉണ്ടെന്നാണ് എനിക്ക് സംശയം. അത്രയും വെയിറ്റ് ഇല്ല സാധനത്തിന്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കോ സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം. ബൈ.